ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ആണ്. ഇന്ന് വന്ന സ്റ്റോക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. എന്തെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പ്രോഡക്ട്സ് അയച്ചും തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന പുതിയൊരു മോഡൽ വന്നിരിക്കുന്നതാണ് ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്. നമ്മൾ നേരത്തെ ക്രോംപ്ടന്റെ കാണിച്ചിട്ടുണ്ട്, ഐബലിന്റെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയതായിട്ട് ഉഷ എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പും കൂടെ ലോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2200 വാട്ടാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പാത്രങ്ങളും ഇത്തയിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സ്റ്റീൽ പാത്രം ഉപയോഗിക്കാം, അലുമിനിയം പാത്രം, മൺപാത്രം, അടിവശം പരന്ന ഏത് പാത്രങ്ങളും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത്തയിൽ വെച്ചാൽ ചൂടാകും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വരുന്നത്. വാട്ട്സ് വരുന്നത് 2200 വാട്ട്സ് ആണ്. 1 ഇയർ ആണ് വാറണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രില്ലിംഗ് ഓപ്ഷനും ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രില്ലും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് എന്ന് പേര് കേട്ട് ഇതിനകത്തുനിന്ന് റേഡിയേഷൻ വരും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് കോയിലാണ് വരുന്നത്. ആ കോയിലാണ് ചൂടാകുന്നത്. അപ്പോൾ ആ കോയിൽ ചൂടാകുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഇവിടെ ഒരു റെഡ് കളർ വരും. അപ്പോൾ അതാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് റേഡിയേഷൻ ആണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് ഉഷയുടെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പാണ്. ഇതിന്റെ ഒരു MRP വരുന്നത് 4850 കേട്ടോ. അപ്പോൾ MRP ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ റേറ്റ് ഒക്കെ അതിലും കുറവാണ്. പിന്നെ അതിൻ്റെ തന്നെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് തന്നെ നമുക്ക് ക്രോംപ്ടന്റെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ക്രോംപ്ടന്റെ ഇൻഫ്രാറെഡ് വരുന്നത് 2000 വാട്ട്സ് ആണ്. ഉഷയുടെ 2200 വാട്ട്സ് ആണ്. രണ്ടിനും 1 ഇയർ വാറണ്ടി ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഗ്രില്ലിൻ്റെ കൂടെ ഇങ്ങനെ നമുക്ക് കോർത്ത് വെക്കാനായിട്ട് 2 കമ്പിയും കൂടെ കിട്ടുന്നുണ്ട്. അതാണ് ഇതിനകത്തൊരു എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ വാട്ട്സിലുള്ള വ്യത്യാസം, ഗ്യാരണ്ടിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ വന്നിരിക്കുന്നത് ഇത് TV സ്റ്റാൻഡാണ്. TV വാൾ മൗണ്ട്. ഇത് ഫിക്സഡ് TV വാൾ മൗണ്ട് ആണ്. 14 തൊട്ട് 42 ഇഞ്ച് വരെയുള്ള TVകൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സ്റ്റാൻഡാണിത്. അപ്പം സ്റ്റാൻഡുകൾ ഇന്ന് പല തരത്തിലുള്ളത് വന്നിട്ടുണ്ട്. ഇതൊക്കെ മൂവബിൾ ആണ്. വാൾ മൗണ്ട് മൂവബിൾ ആണ്. നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണേലും TV തിരിക്കാനായിട്ട് പറ്റും. അപ്പം ഇത് വന്നിരിക്കുന്നത് 17 മുതൽ 42 ഇഞ്ച് വരെയുള്ള TVക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ വന്നിരിക്കുന്നത് 14 മുതൽ 43 ഇഞ്ച് വരെയുള്ള TV. അപ്പോൾ ഇതെല്ലാം സൈസ് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയലിന് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം സെയിം സൈസ് ആണെങ്കിൽ പോലും പലതും എടുത്തു കഴിയുമ്പോൾ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം ആ മെറ്റീരിയലിന് കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റിലുള്ള വ്യത്യാസം. മെറ്റീരിയലിൻ്റെ വ്യത്യാസം വരും, സൈസിൻ്റെ വ്യത്യാസം വരും. അതൊക്കെ അനുസരിച്ചാണ് റേറ്റ് വ്യത്യാസം വരുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇത് ഫിക്സഡ് ആണ്. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. 26 മുതൽ 63 ഇഞ്ച് വരെയുള്ള TV വാൾ മൗണ്ട് ആണിത്. പിന്നെ വന്നിരിക്കുന്നത് കണ്ടിന്യൂറ്റി ടെസ്റ്ററാണ്. ഇപ്പോൾ വയേർഡ് കണ്ടിന്യൂറ്റി ടെസ്റ്ററാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ AA-യുടെ 2 ബാറ്ററിയും കൂടെ ഇടണം. അപ്പോഴാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് റിമോട്ടാണ്. അപ്പോൾ നമുക്ക് റിമോട്ട് വരാത്ത ഒരു പാഴ്സൽ പോലും കാണത്തില്ല. അപ്പോൾ ഇത് സൺ ഡയറക്റ്റിൻ്റെ റിമോട്ടാണ് വന്നിരിക്കുന്നത്. സൺ ഡയറക്റ്റ് ഇപ്പം നോർമലിനും HDക്കും എല്ലാം ഒരു റിമോട്ട് തന്നെയാണ് വരുന്നത്. യൂണിവേഴ്സൽ റിമോട്ടാണ് വരുന്നത്. പിന്നെ ഇത് ടാറ്റാ സ്കൈ ഡിഷിൻ്റെ റിമോട്ട്. പിന്നെ വന്നിരിക്കുന്നത് വീഡിയോകോൺ D2Hൻ്റെ റിമോട്ട്. പിന്നെ നമുക്ക് മൈക്ക് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ മൈക്കാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള മൈക്കാണ്. അപ്പോൾ ഇതിനകത്ത് 2 റീചാർജബിൾ ബാറ്ററിയാണ്. അതും ഇതിൻ്റെ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് വരുന്നത് USB ചാർജിങ് ആണ്. C ടൈപ്പ് USB കേബിൾ അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. പിന്നെ ഇത് അതിൻ്റെ അഡാപ്റ്റർ, നമുക്ക് വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള അഡാപ്റ്റർ. ഇത്രയാണ് ഈ ഒരു പായ്ക്കിനകത്ത് വരുന്നത്. പിന്നെ വന്നിരിക്കുന്നത് LNB, സൺ ഡയറക്റ്റ് ഡിഷിൻ്റെ LNB. ഇപ്പോൾ അത് സൺ ഡയറക്റ്റിന് മാത്രമല്ല, ഏത് ഡിഷിന് വേണേലും നമുക്ക് ഈ LNB യൂസ് ചെയ്യാം.
ഡിഷ് ടി വി ആണെങ്കിലും ടാറ്റ പ്ലേ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും ഏതിനും നമുക്ക് ഈ LNB യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് എക്സ്റ്റൻഷൻ ബോക്സ് ആണ്. ഇത് 6 പോർട്ടുള്ളത്, 6 പോർട്ട്. അതിന് ഓരോന്നിനും സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്, സെപ്പറേറ്റ് LED ഉണ്ട്. ഇതിൻ്റെ കേബിളിൻ്റെ ലെങ്ത് വരുന്നത് 5 മീറ്റർ ആണ്. ഇത് 6 ആംപിയർ ആണ് വരുന്നത്. അപ്പം അതിൻ്റെ തന്നെ ചെറുതുണ്ട് 4 പോർട്ടിൻ്റെ, അതിനും സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്, സെപ്പറേറ്റ് LED ഉണ്ട്. 5 മീറ്റർ കേബിളാണ് വരുന്നത്. അപ്പോൾ ഇത് 4 എണ്ണത്തിൻ്റെ, ഇത് 6 എണ്ണത്തിൻ്റെ. പിന്നെ സോൾഡറിങ് അയൺ വന്നിട്ടുണ്ട് 25 വാട്ട്സിൻ്റെ. ഇതൊക്കെ റേറ്റ് കുറഞ്ഞിട്ടുള്ള സോൾഡറിങ് അയൺ ആണ്. 150 അല്ലെങ്കിൽ അത് താഴെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന റീചാർജബിൾ ബാറ്ററികളാണ്. ഇത് UPSനുള്ള ബാറ്ററിയാണ്. 12 വോൾട്ട് 7 ആംപിയർ 7.2 AH 12 വോൾട്ട് ഒക്കെ ഗ്യാരണ്ടി ഉള്ള ബാറ്ററികളാണ്. ഇത് UPS ബാറ്ററി. പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ എമർജൻസി ലൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള 6 വോൾട്ട് 4.5 ആംപിയർ ബാറ്ററി. അപ്പോൾ ഇതെല്ലാം ഗ്യാരണ്ടി ഉള്ള ബാറ്ററികളാണ്. പിന്നെ നമുക്ക് ലാൻഡ് ഫോൺ വന്നിട്ടുണ്ട്. അപ്പോൾ പാനാസോണിക്കിൻ്റെ ലാൻഡ് ഫോൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാനാസോണിക് ലാൻഡ് ഫോണൊക്കെ ഈയിടെ കുറച്ച് ഷോർട്ടേജ് ആയിരുന്നു. അപ്പോൾ ഏതായാലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ കോളർ ID ഇല്ലാത്ത മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ നേരത്തെ നിന്നും റേറ്റ് ഒക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട്. 775 രൂപയായിട്ടുണ്ട്. നേരത്തെ 650 രൂപയായിരുന്നു, ഇപ്പോൾ 775 രൂപയായിട്ടുണ്ട്. അപ്പോൾ പാനാസോണിക്ക് 1 ഇയർ വാറണ്ടി ഉള്ള ലാൻഡ് ഫോൺ. ബ്ലാക്കും വൈറ്റും ആണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം കളേഴ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ബ്ലാക്കും വൈറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഇതും എക്സ്റ്റൻഷൻ ബോക്സുകളാണ് കേട്ടോ. അപ്പോൾ ഇത് പല തരത്തിലുള്ളതുണ്ട്. 2 സ്വിച്ച് 2 മീറ്ററിൻ്റെ ഉണ്ട്, 2 സ്വിച്ച് 5 മീറ്ററിൻ്റെ ഉണ്ട്. പിന്നെ 3 സ്വിച്ച് എന്ന് പറഞ്ഞാൽ സോക്കറ്റും സ്വിച്ചുമാണ് ഉദ്ദേശിക്കുന്നത്. 3 എണ്ണത്തിൻ്റെ 2 മീറ്റർ ഉണ്ട്, 5 മീറ്റർ ഉണ്ട്. അതുപോലെ 4 എണ്ണത്തിൻ്റെ 5 മീറ്റർ 10 മീറ്റർ, അങ്ങനെ പല തരത്തിലുള്ള എക്സ്റ്റൻഷൻ ബോക്സുകളാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഗേജ് ഉള്ള വയറാണ്. അത്യാവശ്യം നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരെണ്ണം ഞാൻ കാണിക്കാം. നമുക്ക് റൗണ്ട് പിന്നും സ്ക്വയർ പിന്നും ഇതിൽ കുത്താനായിട്ട് പറ്റും. ഓരോന്നിനും സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്. ഇതുപോലെ നല്ല ഗേജ് ഉള്ള വയറിലാണ് ഇത് ചെയ്തു വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള എക്സ്റ്റൻഷൻ ബോക്സുകളാണ്. പിന്നെ വന്നിരിക്കുന്നത് വയർ സ്ട്രിപ്പർ വിത്ത് കട്ടറാണ്. ഇതുപോലെ വയർ സ്ട്രിപ്പർ വിത്ത് കട്ടർ. നമുക്ക് വേറെയും മൈക്ക് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് അഹൂജയുടെ മൈക്കാണ്. ഇതിൻ്റെ MRP വരുന്ന 1725 ആണ് കേട്ടോ. പിന്നെ നമുക്ക് വില കുറഞ്ഞ മൈക്കും വന്നിട്ടുണ്ട്. ഇതുപോലെ ഇതൊക്കെ വയറുള്ള മൈക്കുകളാണ് കേട്ടോ. അപ്പം ഇങ്ങനെ മൈക്കും ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു കേബിള് കിട്ടും. പിന്നെ നമുക്ക് ഒരു സ്റ്റാൻഡിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറും കിട്ടും. ഇത്രയാണ് ഈ ഒരു പായ്ക്കിൽ വരുന്നത്. പിന്നെ അടുത്ത മൈക്ക് വന്നിരിക്കുന്നത് 2 മൈക്കിൻ്റെ ഒരു സെറ്റാണ്. ഇതുപോലത്തെ വയർലെസ് മൈക്കാണ്. ഇതുപോലത്തെ 2 മൈക്കാണ് ഒരു പായ്ക്കിൽ വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് 3 റീചാർജബിൾ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിൽ 2 ബാറ്ററിയും ഒരെണ്ണത്തിൽ 1 ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 3 റീചാർജബിൾ ബാറ്ററി ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ വയർലെസ് കണക്ടറുണ്ട്. പിന്നെ USB കേബിളുണ്ട്, C ടൈപ്പ്. അപ്പോൾ ഈ USB കേബിൾ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് കേബിൾ മാത്രമായിട്ട് വിടുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ജാക്ക് ഉണ്ട് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനെ 2 സാധനം, ഇതെന്നാന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതിനകത്തൊരു സ്പോഞ്ചും ഉണ്ട്. ഇത്രയാണ് ഈ ഒരു പായ്ക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റേറ്റ് ഇട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് റേറ്റ് അറിയേണ്ടവർ അല്ലെ വാങ്ങാൻ ഉദ്ദേശമുള്ളവർ വിളിച്ചാൽ മതി, അപ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഇത് വന്നിരിക്കുന്നത് വലിയ വാൾ മൗണ്ടാണ്. 14 തൊട്ട് 55 ഇഞ്ച് വരെയുള്ള TV ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള മൂവബിൾ വാൾ മൗണ്ടാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റാണ് ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്